ഒരു 4 മണിക്ക് ഒരു ചൂട് വാഴയ്ക്ക ബജിയും നമുക്ക് ചായയും കുടിച്ചാലോ. അപ്പോൾ ഞാൻ വാഴയ്ക്ക ബജി ഉണ്ടാക്കേണ്ട ഒരു പ്രിപ്പറേഷനാണ്. അതിന് നമുക്ക് കടലമാവ് വേണം, അരിപ്പൊടി വേണം, മുളക് പൊടി വേണം, അല്പം ഉപ്പും പിന്നെ പെരിഞ്ചീരകവും കുറച്ച് കായപ്പൊടിയും വെള്ളവും കൂടെ ചേർത്ത് അധികം ലൂസും അല്ല അധികം കട്ടിയല്ല രൂപത്തിൽ നമ്മളിങ്ങനെ കലക്കെടുക്കണം. എന്ന് വെച്ചാൽ കലക്കുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ സ്പൂണിൽ നിന്ന് ഇങ്ങനെ ഇറ്റിറ്റ് വീഴത്തില്ലേ, അതാണ് അതിൻ്റെ കറക്റ്റ് പരുവം എന്ന് പറയുന്നത്. അപ്പോൾ മാവ് നമുക്ക് മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വാഴയ്ക്ക ഉണ്ടല്ലോ, വാഴയ്ക്ക് വേണമെങ്കിൽ പുറം തൊലി നിങ്ങൾക്ക് കട്ട് ചെയ്ത് കളയാം, അല്ലെങ്കിൽ അങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല. എനിക്ക് പുറം തൊലി കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഈ മാവിൽ മുക്കി ആ എണ്ണയിലൊക്കെ ഇട്ട് പൊരിച്ചെടുക്കുമ്പോഴത്തേക്കും ഒരു നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോഴത്തേക്കും ഞാൻ കട്ട് ചെയ്യുന്നത് കണ്ട് ചേട്ടൻ പറഞ്ഞു ഇത് ഇങ്ങനെയല്ല കട്ട് ചെയ്തത്, കട്ടിങ് പ്ലേറ്റിൽ നന്നായി കട്ട് ചെയ്ത് നല്ല നൈസായിട്ട് വരും. അങ്ങനെ ചേട്ടനും ബാലൻസ് ഉള്ള എല്ലാം കട്ട് ചെയ്ത് തന്നു. ഇനി അങ്ങോട്ടുള്ള പരിപാടിയാണ് വളരെ എളുപ്പമുള്ള പരിപാടി. കായെടുത്ത് മാവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പ് ചെയ്ത ശേഷം ചൂട് എണ്ണയിലൊന്ന് പൊരിച്ചെടുക്കുക. ഇച്ചിരി ഹൈ ഫ്ലെയിമിലിരിക്കട്ടെ, കാരണം മാവും വേകണം അതുപോലെ കായും വേകണമല്ലോ. രണ്ട് സൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിടുമ്പോഴത്തേക്കും വാഴയ്ക്ക് ബജിയുടെ റെഡിയാവും. സിമ്പിളും ആണ്, വളരെ ടേസ്റ്റിയുമാണ്. അപ്പോൾ ചായരോട് കട്ടനോട് ഏതിനോട് വേണമെങ്കിലും കഴിക്കാം. എന്തായാലും എനിക്ക് സംഭവം ഇഷ്ടം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.